ഇന്ത്യയിലും വിദേശത്തൊക്കെ ഓർക്കസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമാണ്. പിന്നെ ഒന്ന് പറയട്ടെ, ഒരു പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് പറയുന്നത് ശബ്ദവും വെളിച്ചവും തന്നെയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ 60% വിജയം എന്ന് പറയുന്നത്. നമ്മളൊക്കെ പോയിട്ട് കിടന്നുറങ്ങും കേട്ടോ. ഇവരൊക്കെ വീട്ടിലെത്തണമെങ്കിൽ നാളെ 4 മണി 5 മണിയൊക്കെ ആവും. ഒന്ന് ഉറങ്ങാൻ പോലും സമയം കിട്ടാതെ നാളെ വീണ്ടും അടുത്ത പ്രോഗ്രാമായിട്ട് വീണ്ടും ഓടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവരുടെ വിരൽത്തുമ്പിലാണ് ഏതൊരു ഗായകന്റെയും വിജയം എന്ന് പറയുന്നത്. ഇവർ നിയന്ത്രിക്കുന്ന സൗണ്ടും ഇവർ നിയന്ത്രിക്കുന്ന ഈ ലൈറ്റുമാണ് ഒരു വിജയം. നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടന്മാർക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തത് സൂപ്പറായിട്ട് ചെയ്തു. RK ലൈറ്റ് ആൻഡ് സൗണ്ട് ആണ്. RK ലൈറ്റ് ആൻഡ് സൗണ്ട്, അരീസ് സൗണ്ട് ഓപ്പറേറ്റർ അരീസ് ആൻഡ് റഫീഖ്, അതോടൊപ്പം തന്നെ ലൈറ്റ് ഓപ്പറേറ്റർ അപ്പു, 3 പേർക്കും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് അഴീക്കോടുകാരനാണ്. കണ്ണൂർ അഴീക്കോടിന്റെ മണ്ണിൽ നിന്നും നിരവധി ചാനൽ പ്രോഗ്രാമിലൂടെയൊക്കെ നമുക്ക് പ്രത്യേകിച്ചും ടെക്നീഷ്യനായിട്ടും ഗ്യാപ്പില്ലാതെ ഒരു പരിപാടി മനോഹരമായിട്ട് ഇടതടവില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട സുമിത് അഴീക്കോടിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് സന്തോഷം. ഈ നല്ല രീതിയിലൊക്കെ ക്യാമറ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചേട്ടൻ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. നമുക്ക് തുടങ്ങുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു വാട്സപ്പ് കൂട്ടായ്മ, ആ വാട്സപ്പ് കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി സംഘടിക്കുമ്പോൾ എത്രത്തോളം ആൾക്കാർ വരുന്നുള്ളൊരു വേദന വന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ആൾക്കാരൊക്കെ വന്നു, ഇവിടെയുള്ള ആൾക്കാരൊക്കെ വന്നു, മനോഹരമായിട്ട് പരിപാടി ആസ്വദിച്ചു. ഒരു പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് പരിപാടി അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ലക്ഷങ്ങൾ വിലമതിക്കുന്ന തിരുവനന്തപുരത്തും അതുപോലെ തന്നെ എറണാകുളത്തൊക്കെ വരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന പരിപാടികളൊക്കെ കണ്ടവരാണ് നാം എല്ലാവരും. പക്ഷെ അവിടെയാണ് ഒരു കൂട്ടായ്മയിൽ നിന്നും ഒരു പരിപാടി പിറക്കുന്നത്. ആ കൂട്ടായ്മയുടെ പരിപാടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കയ്യടിയാണ് ഞങ്ങളുടെ ഒരു വിജയം എന്ന് പറയുന്നത്. ഇത് നാടിന്റെ വിജയമാണ്. ഈ നാട്ടിലെ കൂട്ടായ്മ എന്ന് പറയുന്നത് നാടിന്റെ കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഗാനാഞ്ജലി വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഗായകന്മാർക്കൊക്കെ അവസരമുള്ള, അത് ഏതുമായിക്കോട്ടെ, കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവസരമുള്ള ഒരു കൂട്ടായ്മ കൂടിയാണ് ഗാനാഞ്ജലി. ഗാനാഞ്ജലിയുടെ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം 2026 ഈ ആഘോഷത്തിൽ പങ്കുചേർന്ന മുഴുവൻ നമ്മൾ ഈ ഒരു നാട്ടിലെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് നല്ല ഗാനങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു ചെയിൻ സോങ്ങോട് കൂടി തൽക്കാലം ഞങ്ങളുടെ ഗായകന്മാരും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരൊക്കെ ഈ വേദിയിൽ നിന്ന് വിടവാങ്ങിയാണ്. നമ്മുടെ സിംഗേഴ്സിന് എല്ലാവരും വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒന്നുകൂടി എവിടെയെങ്കിലും വെച്ച് നമുക്ക് മറ്റൊരു പ്രോഗ്രാമായിട്ട് കാണാമെന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറയുന്നു. ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച്.